അമേരിക്ക ഇറാന് നേരെ അഴിച്ചുവിട്ട എല്ലാ ഓപ്പറേഷനും തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയുന്നത്. അത് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന രീതിയിൽ നടന്ന 12 ദിവസം നീണ്ടുനിന്ന യുദ്ധ സാഹചര്യം പൊളിഞ്ഞടുങ്ങി. ഒടുവിൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി, അത് ഫെബ്രുവരി 28 2026 തുടങ്ങിയ സംഭവമാണല്ലോ. അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിനെതിരെയും അതുപോലെ തന്നെ ഇറാൻ്റെ ആണവോർജ പദ്ധതികൾ തകർക്കാനും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം പൊളിച്ചെടുക്കാനും വേണ്ടി നടത്തിയ നീക്കം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സൗദിയെ വരെ കളത്തിലിറക്കി, അതായത് GCC രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട സൗദി അറേബ്യയെ കളത്തിലിറക്കി ഇറാനെതിരെ ആക്രമണം അഴിച്ചുവിടാനായിട്ടുള്ള നീക്കം നടത്തിയല്ലോ. അത് എങ്ങനെയാണ് ഇറാൻ തകർത്തത് സുരക്ഷിതമായി അമേരിക്ക വിജയിപ്പിച്ചെടുക്കാൻ കഴിയും എന്ന് വിചാരിച്ച പദ്ധതിയെ എങ്ങനെയാണ് ഇറാൻ നിഷ്പ്രഭമാക്കിയതെന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടല്ലോ. ഹൂതികളെ ഇറക്കിയാണ് ഇറാൻ അതിന് കണക്ക് തീർത്തത്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ആയത്തുള്ള അലി ഖമനേയുടെ അന്തിമ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചടങ്ങ്, അതിലേക്ക് ഹൂതികളെ എത്തിക്കാൻ വിമാനം കൊണ്ടുപോകുമ്പോൾ ആ വിമാനം റാഞ്ചാൻ വരെ അമേരിക്ക പദ്ധതി ഇട്ടിരുന്നു. അതൊന്നും കാര്യമായി ഏശിയില്ല എന്നുള്ളത് മാത്രമല്ല, അമേരിക്ക തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ആപത്കരമാണെന്ന് മനസ്സിലാക്കി ട്രംപ് ഇപ്പോൾ പ്ലേറ്റ് മാറ്റിയിരിക്കുകയാണ്. ട്രംപ് പറയുന്നത് ലോക സമാധാനത്തിന് വേണ്ടി അമേരിക്ക ഈ യുദ്ധ രംഗത്ത് നിന്നും താൽക്കാലികമായി പിൻവാങ്ങുന്നു എന്ന രീതിയിലാണ്. അതായത് ഞങ്ങൾ പിൻവാങ്ങുന്നത് പേടിച്ചിട്ടൊന്നുമല്ല, ഇറാൻ്റെ സധൈര്യമുള്ള മുന്നോട്ടുള്ള പോക്ക് കണ്ടിട്ടുമല്ല, ഞങ്ങൾ താൽക്കാലികമായി ലോകത്തിൻ്റെ നന്മയെ കരുതി ലോക സമാധാനം പരിപാലിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞങ്ങളിതാ താൽക്കാലികമായി പിന്മാറുന്നു. ഇത് പറഞ്ഞതാരാണ്? ഡൊണാൾഡ് ട്രംപ്. ആരെങ്കിലും ഈ പുളു വിശ്വസിക്കുമോ? ഇറാനോട് മുട്ടിയിട്ട് വിജയിക്കാൻ കഴിയില്ല എന്ന് എല്ലാ രീതിയിലും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ മനസ്സിലായിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്. ഇറാനുമായി ബന്ധപ്പെട്ട കരാറുകൾ അത് പുതുക്കണമെന്ന് പറഞ്ഞ് ട്രംപ് കുറേ ചങ്ങല പൊട്ടിക്കാൻ ശ്രമിച്ചതാണ്. ഇതൊന്നും അയത്തുള്ള ഖമനി ജീവിച്ചിരുന്നപ്പോഴും നടന്നിട്ടില്ല, അദ്ദേഹത്തിന് ശേഷം വന്ന ഭരണാധികാരിയുടെ മുമ്പിലും നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ നീക്കം എന്താണ്? അതായത് സൗദിയെ മുന്നിലിറക്കി കളിക്കാൻ ശ്രമിച്ചു. അതിന് വേണ്ടിയുള്ള നീക്കമായിട്ടാണ് ഇറാൻ്റെ പ്രോക്സി ബേസ് ക്യാമ്പുകളെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത് ഇറാഖിലേക്ക്. അത് ഭാഗികമായി വിജയിപ്പിക്കാമെന്നെങ്കിലും വിചാരിച്ചെങ്കിലും അതും പൊളിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് എല്ലാ അർത്ഥത്തിലും കഷ്ടകാലമാണ്. അവരുടെ പദ്ധതികൾ പൊളിയുന്നു, അവരുടെ കാശ് ധൂർത്തടിക്കപ്പെടുന്നു. ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് ഫേസ് ചെയ്യാൻ പോകുമ്പോൾ അവിടെയും നാണം കെടാൻ പോകുന്നു. ട്രംപിന് മൊത്തത്തിൽ ദോഷകരമായ സമീപനമാണ് അദ്ദേഹത്തിൻ്റെ എടുത്തയാട്ടം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്.